ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. സിന്ധുവാസിന്റെ ഒരു എന്നതാന്ന് അറിയത്തില്ല, എനിക്ക് സത്യം പറഞ്ഞാല് ഒരു ഹാപ്പി വ്ളോഗാ. അമ്മ വായോ, അമ്മയ്ക്ക് ഒരു സർപ്രൈസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞോണ്ട് വന്നിരിപ്പുണ്ട് കേട്ടോ. ഒന്നല്ല 2 സർപ്രൈസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞോണ്ട് ഞങ്ങളെ വേണ്ടി ഇവിടെ പിടിച്ച് ഇരുത്തിയിട്ടുണ്ട്. അതെ, അമ്മയ്ക്ക് ഒന്നല്ല 2 സർപ്രൈസ് ഉണ്ട്. ഒന്ന് ജാനി അതല്ല ഗൈസ്, അങ്ങ് ദൂരെ കടലിൽ കടന്ന് വന്ന അമേരിക്കയിൽ നിന്ന് വന്ന ഗിഫ്റ്റാണ് ഈ ഒരു കവറ് എറണാകുളത്ത് നിന്ന് വന്ന ഗിഫ്റ്റാണ്. 2 എറണാകുളത്ത് തന്നെയാണ്. ഇത് എറണാകുളം, ഇത് അമേരിക്ക. അപ്പം ചിന്താമേനൊക്കെ നമ്മൾ വിളിച്ചുകൊണ്ട് ഇരുത്തിയിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ പറയണ്ട, 2 വാക്ക് സംസാരിച്ചു നമ്മുടെ സബ്സ്ക്രൈബേഴ്സ്. 2 കൗള് സംസാരിക്കണം അല്ലേ ചേട്ടാ? 2 സംസാരിക്കട്ടെ. നമ്മൾക്ക് എന്നാ വർഷം പറഞ്ഞാലും ആരും എന്തെങ്കിലും സാധനം തരാന്ന് പറഞ്ഞ് പിടിച്ചോണ്ടിരിക്കുന്നു. പിന്നെ നിങ്ങൾ 2 കൂടെ സംസാരിക്കും. അത് തരത്തോളെന്ന് പറഞ്ഞാൽ പിന്നെ എന്തുവാ? ഈ ഒരു ഗിഫ്റ്റ് എന്നെ ഏൽപ്പിച്ചത് ഒന്ന് നമ്മുടെ റാണിയമ്മയാണ്, ഒന്ന് നമ്മുടെ ഫാമിലി മെമ്പർ ആയ ചേച്ചിയുടെ പേര് ലിനി ചേച്ചിയാണ് കേട്ടോ. അപ്പൊ 2 പേർക്കും അപ്പൊ ഞാൻ കൊടുക്കട്ടെ. നമുക്ക് നോക്കാവേ. ചൂട അവിടെ ഇരിക്കുക. അമ്മയുടെ അടുത്തിരിക്കും, അമ്മയുടെ മതി. ഓക്കെ, ദൈവമേ, അതായത് അവസാനം നമുക്ക് തുറക്കാവേ. ബാക്കിയുള്ളതൊക്കെ തുറന്നോ. ഞാനല്ല, ആ ചേച്ചി ഇതൊക്കെ ടെസ്റ്റ് വെച്ച്. ഓ, ഇതെന്നാണല്ലേ എനിക്കുള്ളതല്ല ചേട്ടായിക്കുള്ളത് എനിക്കറിയാം. ഇന്ന് അവര് തിരിച്ച് അമേരിക്കക്ക് പോയിട്ട് അപ്പൊ അവിടെ ചെന്നപ്പോ വിളിച്ചപ്പോ എന്റെ അടുത്ത് കറക്റ്റ് വിളിച്ച് ചോദിച്ചത്. ഇപ്പൊ ചെന്ന് ഇറങ്ങിയിട്ടേ ഉള്ളൂ. എന്നോട് ഗിഫ്റ്റ് കൊടുക്കാന്നാ ചോദിച്ചത്. കൊടുക്കും പപ്പൂനെ കൊടുക്കും. അത് പൊട്ടും. പിന്നെ അടുത്തത് വേണ്ട ഷോപ്പ് ഷാമ്പു തേച്ച് കുളിക്ക്. അമേരിക്കയിൽ നിന്നൊക്കെയുള്ള സോപ്പൊക്കെ ഇട്ട് കുളിക്കണമെങ്കിലും വേണ്ട ഒരു യോഗം. നമുക്ക് അമേരിക്കയാണോ കാനഡയാണോ? എന്തായാലും ഇതെന്നാ സാധനം എനിക്കറിയത്തില്ല. ഇതിനെന്നറിയോ? പെയിനൊക്കെ ഉള്ളത് സ്പ്രേ ആണ്. എന്റെ മോനെ ഒത്തിരി താങ്ക്സ്. ഇത് എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട സാധനമാണ്. അതെ, സിന്ധുമ്മയുടെ വാട്ട് ഈസ് ഇൻ യുവർ ബാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതില് ഒരു ഐറ്റം ആയിരിക്കും. ഏതായാലും വീഡിയോ കഴിഞ്ഞിട്ട് ഡ്രസ്സൊക്കെ വാങ്ങിട്ട് നമുക്ക് അടിക്കാം കേട്ടോ. എന്നാലും ഇത് ഒത്തിരി ഉപകാരപ്രദമായിട്ടുള്ളൊരു സാധനമാണ്. എന്നാന്നറിയോ, എനിക്ക് ഈ നട്ടിലും കൈക്കും എല്ലാം വേദന വരുമ്പോഴൊക്കെ എനിക്ക് ആരെങ്കിലും ഒക്കെ നമ്മുടെ പുറത്തുള്ളവരൊക്കെ ഇങ്ങനത്തെ സാധനങ്ങൾ കൊണ്ട് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഒത്തിരി താങ്ക്സ്. അമ്മ എപ്പോഴും പറയുന്നത് കേട്ടിട്ടുണ്ട് കേട്ടോ, വിദേശത്ത് നിന്നൊക്കെ അമ്മ കുറെ കൊണ്ടുവരത്തില്ലായിരുന്നു. നല്ല കൂടെ എക്സ്ട്രാ പവർ കൂടുതൽ നല്ലതാണെന്ന് പറയുന്നത്. അതെ, അമ്മ വീഡിയോക്കകത്ത് അടിപൊളിയായിട്ട് അല്ല, അന്ന് ഞാൻ പറയാം, വീഡിയോക്കകത്ത് നല്ല അടിപൊളിയായിട്ട് ആ മമ്മി നടക്കുന്നുണ്ട്. സ്പ്രേ കൊടുത്തതിന്റെ കാര്യം മനസ്സിലായില്ലേ? വീഡിയോ കഴിഞ്ഞതിന് ശേഷം ആ സ്പ്രേ വേണം അമ്മ നടക്കുന്നത്. ലോഷൻ ആയിരിക്കും, ബോഡി ലോഷൻ ആയിരിക്കും. അതെ, അപ്പൊ ഇനിയിപ്പോ മൂവിന്ന് നേരെ താഴത്തോട്ട് വരെ ഡബിൾ കയറി. അവിടുത്തെ അമേരിക്കയിലുള്ള മാതാവിന്റെ രൂപം വെച്ചിട്ടുള്ള ഇതാണ് ഫേസ് നോക്കുന്നത്. ഞാനിതെല്ലാം പറഞ്ഞ എന്നെ എല്ലാം പറഞ്ഞു ഏൽപ്പിച്ചിട്ടുണ്ട്. കണ്ണാടി മിററോ? ഇത് മിററാണ്, പക്ഷെ ഇത് തുറക്കുന്ന റോസ്മോണ്ട് ഏതോ പിള്ളേരുടെ കണ്ടിട്ടുണ്ട് തുറക്കുന്ന. പക്ഷെ മാതാവിനെ കണ്ടില്ല. ഓ, വലുതായിട്ടും ചെറുതായിട്ടും കാണാവുന്ന കണ്ണാടി. സിന്ധോമ വണ്ടിയാലൊക്കെ പോകുമ്പോ സിന്ധോമയ്ക്ക് മുഖം നോക്കാനാണ് എന്റെ മോനെ. അതിനെക്കാട്ടി ഏറ്റവും കൂടെ എന്റെ എപ്പോഴും എന്റെ മാതാവ് കാണുമല്ലോ കൂടെ. നോക്കട്ടെ, അത് ഭയങ്കരമായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഈ കൂടെ തന്നെ ഉള്ള അല്ലേ? ഈ പേഴ്സ് ഇങ്ങനെ കയ്യിലൊക്കെ പിടിക്കുമ്പോ നല്ലൊരു സോഫ്റ്റ് ഒക്കെ ആയിട്ടുണ്ട്. എന്തോ വലിയ കമ്പനിയിലെ അങ്ങ് അമേരിക്കയിൽ പേഴ്സാ. ഇപ്പൊ ഇങ്ങ് ഈ ഹൗസിലായിരിക്കണേ. ആഴ്ച മുമ്പ് നിലവിളിയായിരുന്നു, എനിക്കൊരു പേഴ്സ് ഇല്ല, ഞാൻ ജ്വല്ലറിന്ന് കിട്ടിയതാ കൊണ്ടു. നല്ല കമ്മിയായിട്ട് അമ്മേനെ പറഞ്ഞില്ലേ, ജ്വല്ലറിന്ന് കിട്ടിയതാകുമ്പോ ഞാൻ കൊണ്ടു നടക്കുന്നത്. നിനക്ക് എന്തോരം ഗിഫ്റ്റാ പേഴ്സ് കിട്ടിയതൊക്കെ എനിക്ക് ചോദിച്ചില്ല. പക്ഷെ അത് അമ്മയ്ക്ക് പിടിക്കാൻ പറ്റിയ കൂട്ടല്ല. എല്ലാം ഈ കുഞ്ഞു പിള്ളേരിട്ടോണ്ട് സൈഡ് വഴി.
വെച്ച് തന്നത് ഞാൻ അതെനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. ആ സെയിം സാധനം തന്നെയാണ്. ഇതിനകത്തോണ്ടൊരു മാതാവ്. അത് അവിടെ ഉള്ളൊരു മാതാവിന്റെ ഫോട്ടോയാണ്. അയ്യോ ഒത്തിരി താങ്ക്സ് കേട്ടോ. ഭയങ്കര സന്തോഷം, ഭയങ്കര സന്തോഷം. അതിന് മാറ്റമുണ്ടോ? അങ്ങോട്ട് ഇങ്ങോട്ട് ഇല്ലല്ലേ? പെട്ടെന്ന് എനിക്ക് അങ്ങനെ തോന്നുന്നു. അവിടെയാണ് ഹോളുള്ളതാണ്. കാണിച്ചു. അപ്പം ഇതിനകത്ത് ഒരു മാതാവുണ്ട്. അതിനകത്ത് വേറൊരു സംഭവം കൂടെ ചേച്ചി സ്പെഷ്യൽ ആയിട്ട് വെച്ചിട്ടുണ്ട്. കണ്ടുപിടി. കൊറേ കള്ളികളുണ്ട്. ഇതെല്ലാം വെക്കാൻ പറ്റുന്ന സൈസ് കുറെ കള്ളിയുണ്ട് കേട്ടോ. നമ്മുടെ ATM കാർഡ്, എന്റെ ലൈസൻസ്, അതാണ് ഏറ്റവും മെയിൻ ആയിട്ട്. പിന്നെ ആധാർ, പാൻ കാർഡ് ഒക്കെ വെക്കാനായിട്ടുള്ള സ്പേസ് ഉണ്ട്. പിന്നെ ഇത് ഫോൺ വെക്കാനുള്ളത്. അതെ, എല്ലാം അതിലെടുത്ത് വെക്കൂ. അതാകുമ്പോ കള്ളന് പെട്ടെന്ന് എല്ലാം കൂടി കൊണ്ടുപോകാലോ. ദൈവമേ, ഇതിങ്ങനെ ഊരി എടുക്കാൻ പറ്റുന്ന മോള് സെപ്പറേറ്റ് ആയിട്ട് കൊണ്ടുപോവാ. അത് ഫോൺ വെച്ച് അങ്ങനെ കൊണ്ടുനടക്കാനും പറ്റുന്ന സെപ്പറേറ്റ് ഫോൺ കവർ പോലെ. അമ്മക്കൊന്നും അറിയത്തില്ല. വിശ്വാസം കേട്ടോ. ഫോണിന്റെ കവർ മാതിരി എടുക്കാൻ തുടങ്ങുന്നത്. കണ്ടുപിടിക്കും. സൂപ്പർ. വേറൊന്നും കണ്ടില്ല. പുറത്തൊരു ഉണ്ട് കേട്ടോ. പൈസ ദൈവമേ മതി. പേഴ്സ് തന്നിട്ട് പേഴ്സിനകത്ത് പൈസയും വെച്ചേക്കുന്നു കേട്ടോ. ഇത് വെച്ചപ്പോ ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി. കാര്യം എന്നോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. അമ്മു, ഞാന് എന്ത് കാര്യം ചെയ്താലും അത് നല്ല രീതിയിൽ ആവാറുണ്ട്. ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോ അത് നല്ല രീതിയിൽ ആവുന്ന എന്റെ മോൻ എപ്പോഴും എന്റെ അടുത്ത് പറയാറുണ്ട്. അപ്പൊ ഈ പേഴ്സ് ഞാൻ സിന്ധമ്മയുടെ കൊടുക്കുമ്പോ ഒരിക്കലും അത് കാര്യമാവാതിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് 1000 രൂപ എടുത്ത് അപ്പൊ തന്നെ ഞാൻ ഒരു ഷോക്ക് അടിച്ച് നിൽക്കുക. കാര്യം ചേച്ചിയുടെ റൂമിൽ കൊണ്ടുകൊണ്ടാണ് ഓരോരോ സാധനങ്ങളും നമുക്കിങ്ങനെ പിറക്കി തരുന്നത് കേട്ടോ. അപ്പം എനിക്കൊരു കൂട്ടം സാധനമുണ്ട്. ഞാൻ അതെന്തായാലും നാളെ കഴിക്കാം കേട്ടോ. ദൈവമേ മതി. 1000 രൂപയും ഈ ഫോണിന്റെ. അപ്പൊ എന്തായാലും ഈ പൈസ കൊണ്ട് പൊലിപ്പിച്ചിട്ട് ഞാൻ ഇതിനോട് ചേർത്ത് എന്തെങ്കിലും ഒരു സാധനം മേടിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഒത്തിരി സന്തോഷം. ദൈവമേ, ഇനി എന്നും പേഴ്സ് നിറഞ്ഞിരിക്കട്ടെ പൈസ. അതെ, ഇനി പേഴ്സൊക്കെ അല്ല ചിലവരുടെ പറയാൻ പറ്റത്തില്ല. ഒരു ഭയങ്കര ഒരു തന്നെയാന്നാ പറയുന്നത്. കേട്ടിട്ടുണ്ട് ഞാൻ. പിന്നെ അതിന് വേണ്ടിട്ട് മാതാവിനെ 2 എണ്ണത്തിനെ കേട്ടോ കിട്ടി. അത് ഭയങ്കര അത്ഭുതം. ഓണത്തിന് ഞാനാ കൊടുത്തായിരുന്നു. അയ്യോ, നല്ല കയ്യാണല്ലോ. ഇത് ഓണത്തിന് മുമ്പ് ഇവിടെ കിട്ടിയതല്ലേ? അതെ അതെ. അപ്പം നമുക്ക് പണ്ട് ലക്ഷ്മി എന്ന് പറഞ്ഞൊരു മോള് ഒരു കുഞ്ഞു മാതാവിന് ഒരു കുഞ്ഞു ഉണ്ണി ഗണപതിയും കൂടെ തന്നായിരുന്നു. അതിവിടെ വന്ന് കേറിയപ്പോ ഈ മാതാവും ഗണപതി അതിനകത്ത് വെച്ചു. കുഞ്ഞ് വണ്ടിയിലൊക്കെ വെക്കുന്ന പോലെ നല്ല കണ്ട ക്യൂട്ടായിട്ടുള്ള ഒരു ഗണപതിനെ മാതാവിനെ കൂടെ തന്നിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ വീട്ടിൽ വന്ന് കയറിയതിനും പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ കൃപാസനമ്മ മാതാവ് വന്നു. അന്നേരം ആണേലും പിന്നെ എനിക്ക് പുറകോട്ട് ഒന്നും നോക്കേണ്ടി വന്നിട്ടില്ല. സത്യം, നമ്മുടെ വീട്ടിൽ എന്നും ആയിരിക്കും അരിയുണ്ട്. നമുക്ക് വേറെ വലിയ കൂടുതൽ സമ്പാദ്യം ഒന്നും വേണ്ടല്ലോ. വലിയ വലിയ അസുഖങ്ങളും കേട്ടില്ലേ? ആ പറഞ്ഞത് പാക്ക് ചെയ്തു. കൂടുതൽ സമ്പാദ്യമൊന്നും വേണ്ട. അന്നൊന്ന് കഴിഞ്ഞു പോകണം. പിന്നെ മനസ്സമാനം വേണം. അതുകൊണ്ട് തന്നെ രോഗങ്ങളൊന്നും കാണരുത്. അതെല്ലാം ദൈവം ഏറെക്കുറെ എന്നെ വീടാതെ ഞങ്ങൾ നടന്നു. പിന്നെ ഈ അല്ലറ ഇച്ചിരി വേദനയും കാര്യങ്ങളും ഇച്ചിരി ഇസ്രോഫിലയും അടുത്ത് ഉപേക്ഷിച്ചിട്ടാണ് കേട്ടോ. അല്ലാണ്ട് ഒരു കുഴപ്പമില്ല. അപ്പം വീണ്ടും എന്റെ വീട്ടിലേക്ക് മാതാവിനെ തന്നിട്ടുണ്ട്. ഒത്തിരി നന്ദി, ഒത്തിരി താങ്ക്സ് കേട്ടോ. കേട്ടിട്ടുണ്ട് കേട്ടോ മോനെ. എന്താടാ കേട്ടിട്ടുണ്ട് മാതാവിന്റെ രൂപങ്ങള്, മാതാവിന്റെ ഫോട്ടോ, അല്ലെ ദൈവത്തിന്റെ ആറേലും നമ്മള് ചോദിച്ചു നമ്മൾ അറിഞ്ഞിട്ടോ അല്ലല്ലോ അവര് തരുന്നത്. അപ്പൊ അത് ഭയങ്കര ഒരു അനുഗ്രഹമാണ്. പ്രത്യേകിച്ച് മാതാവിന്റെ ഞാൻ കേട്ടിട്ടുണ്ട്. എന്നോട് പിന്നെ പറഞ്ഞ് അമ്മൂന് ഇതിന് ഏതെങ്കിലും വേണമെന്നുണ്ട് സിന്ധാമ്മയുടെ സമ്മതം കൊണ്ട് മേടിച്ചോളാം. ഞാൻ നോക്കുമ്പോ എനിക്ക് ഒരു കൂട്ടം സാധനം കൊടുത്തു. ഞാൻ കൊണ്ട് ചേച്ചി വേണ്ട നമ്മ തന്നെ എടുത്തോട്ടെ. ജാനയുടെ അലമ്പ് അപ്പൊ നേരെ ഇത് സിന്ധു എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് അടുത്ത് എനിക്ക് ചേച്ചിക്കുട്ടി കൊടുത്തുവിട്ടാന്നാണ് അമ്മ പറഞ്ഞേക്കുന്നത്. എന്റെ റാണി ചേച്ചി കേട്ടോ. അപ്പം ചേച്ചിക്കുട്ടി എന്ന് പറഞ്ഞാൽ അത് എന്നാ പറയുന്നത്, നമ്മളെ ഒരു കുഞ്ഞു ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും അതൊരു വീഡിയോയുടെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ അടുക്കളക്കകത്ത് എന്തെങ്കിലും ആവട്ടെ, പെരക്കകത്ത് എന്തെങ്കിലും ആവട്ടെ, എന്തൊരു കാര്യമാണെങ്കിലും ചേച്ചിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല, ചേച്ചി അത് ഓപ്പൺ ആയിക്കോട്ടെ. ഈ സിന്ധു കൊച്ചെ അത് അങ്ങനെ അല്ല കേട്ടോ. അത് ഇന്നോളൊക്കെ ചെയ്യണം. നമ്മുടെ കിങ്ങിനിമോൾ ഒച്ച വെച്ചെന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ ഒന്ന് കട്ടാക്കിയാണ് കേട്ടോ.
അവളിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുക. അതിന്റെ പ്രായം അതല്ലേ. അപ്പൊ നിങ്ങൾ എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്ക് കേട്ടോ. ചിലപ്പോ നിങ്ങൾക്ക് നമ്മൾ പറയുന്നത് മനസ്സിലാക്കാൻ പറ്റുന്നവരല്ല, അപ്പൊ അതുകൊണ്ടാട്ടോ കട്ടാക്കി. അപ്പം എന്റെ ചേച്ചിക്കുട്ടിയെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്നെ കണ്ടാലും നല്ലത് കണ്ട അത് അങ്ങനെ തന്നെ വേണമായിരുന്നു. ഇന്ന് നീ ഇട്ടോണ്ട് പോയ ഡ്രസ്സും നിന്റെ ആ ഇതും എല്ലാം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, നല്ല കാര്യമാണ്, അങ്ങനെ ഇങ്ങനെ പറയും. ചില ദിവസം ചോദിക്കും എന്നാ കോലത്തിനാ പോയത്, അങ്ങനെയാണ് പോകണ്ടേ, പിള്ളേരാണ് നല്ല മിടിക്കായിട്ട് നടക്കണ്ടേ. എപ്പം വിളിച്ച് ഫോൺ കട്ട് ചെയ്താലും മിക്കവാറും വിളിക്കും കേട്ടോ. ഭയങ്കര തിരക്കുള്ള ഒരു ചേച്ചിയാണ്. എങ്കിലും എന്നെ അത്രയും സ്നേഹത്തോടെ എൻ്റെ മക്കളെയും ചേട്ടനെ എല്ലാം ചേർത്ത് വിളിക്കുന്ന ചേച്ചിയാണ്. ഫോൺ എപ്പം വിളിച്ചാലും ലാസ്റ്റത്തെ ഡയലോഗ് എന്തായിരിക്കും അറിയോ? ഓക്കെ സിന്ധു, ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് നീ ഇരിക്കണം കേട്ടോ, എനിക്ക് അത് മാത്രം മതി ഒക്കെ പറയും കേട്ടോ. അപ്പൊ എന്നാണേലും ചേച്ചിക്കുട്ടി കൊടുത്തു വിട്ടേക്കുന്ന സാധനം എന്നാന്ന് സ്റ്റാപ്ലറൊക്കെ ചെയ്ത് ഇവിടെ ഒന്നും അടിച്ച് മാറ്റി നിർത്തോണ്ട് സ്റ്റാപ്ലറൊക്കെ ചെയ്താണ് കേട്ടോ. പക്ഷെ എന്നോട് വിളിച്ച് പറഞ്ഞു മോനെ അതിനകത്ത് എന്നാക്കിയുള്ള നീ പൊട്ടിച്ചായിരുന്നു. ഞാൻ പൊട്ടിച്ചില്ലായിരുന്നു കേട്ടോ, ഞാൻ ഇങ്ങനെ തന്നെ വെച്ചേക്കുന്നത്. പറഞ്ഞു ഇനി മാറിപ്പോവണ്ട അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും, അതുകൊണ്ട് ഞാൻ അങ്ങനെ. പിന്നെ അങ്ങനെ ഇപ്പൊ നമുക്ക് ഇതൊക്കെ തന്നതിലല്ല കേട്ടോ ഞാൻ പറഞ്ഞ, ഇങ്ങനെയുള്ള ബന്ധങ്ങൾ കിട്ടണമെങ്കിലും അതൊരു ഭാഗ്യം തന്നെയാ. സത്യം പറയാലോ ദൈവമേ, ഈ യൂട്യൂബിനകത്തുനിന്ന് എനിക്ക് ഒന്ന് സമ്മാനമോ സ്വത്തോ മുതലോ ഒന്നും ആർക്കും ഒന്നും കൊടുത്ത് തൃപ്തിപ്പെടുത്താൻ പറ്റത്തില്ല. പക്ഷെ ആ സ്നേഹബന്ധം, ആ ചേർത്ത് പിടിക്കും നമ്മുടെ ഒരു വിഷമത്തില് നീ എന്തിനാ അത് അങ്ങോട്ട് കെയർ ചെയ്യുന്നു, നീ നിന്റെ കാര്യം നോക്ക്, നിന്റെ കുടുംബത്തെ കാര്യം നോക്ക്, അങ്ങനെ പറഞ്ഞു തരുന്നു. നീ അങ്ങോട്ട് നോക്ക്, നീ ഇങ്ങോട്ടേക്ക് നാളെ പറഞ്ഞ പാത്രം തിരിച്ചു പറ, അങ്ങനെ പറഞ്ഞു തരുന്നത് വ്യത്യാസമുണ്ട്. നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവരും അങ്ങനത്തെ ഒരാൾക്കാരാണ്. പേഴ്സണലി നമുക്ക് പരിചയമുള്ള എല്ലാവരും, അതൊരു ബലം തന്നെയാണ്. സത്യം. അപ്പൊ ഇത് ഓണക്കോടിയാണ്. കൈ കൊണ്ടെന്ന് പറഞ്ഞ് ഞാൻ എടുക്കുന്നുണ്ട്. ദൈവമേ, ചുരിദാർ കൂടിയാണ് കേട്ടോ. ഇത് ചുരിദാർ കൂടിയാണോ? ഇതൊക്കെ എല്ലാം പറഞ്ഞ അമ്മയ്ക്കുണ്ടെന്ന് തോന്നുന്നല്ലേ? ഏകദേശം ഇങ്ങനെ തന്നെ അവരുണ്ട് കേട്ടോ. ഏകദേശം ഇത് തന്നെ ഉണ്ട്, ഇത് തന്നെ സെയിം ഉണ്ട്. പക്ഷെ ഇത് തയ്ച്ചിട്ട് നല്ല ഭംഗി അമ്മയ്ക്ക്. അതെ അതെ. അപ്പം ഒത്തിരി സന്തോഷം ചേച്ചി, നല്ല അടിപൊളി. കുറച്ച് വ്യത്യാസം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും ഞാൻ തയ്ച്ചിടും, യാതൊരു ടെൻഷനുമില്ല. അത് പപ്പാട് ഉദ്ദേശിച്ചായിരിക്കും. അത് പപ്പായ ഉദ്ദേശിച്ചതാണ്. ഇത് ലിബാമാണ്. അല്ലല്ല, ഇതെന്നെ ഉദ്ദേശിച്ചതാണ്. ലിബാം ചേട്ടനെ ഉദ്ദേശിച്ചതല്ല. എന്നെ കൊറേ വിളിച്ചു കേട്ടോ, വാ മോനെ വാ മോനെ വാ മോനെ എന്ന് പറഞ്ഞ. പിന്നെ ഒരു സാരിയാണ്, ഒരു മാമ്പഴ കളർ സാരിയാണ് കേട്ടോ. ചേച്ചിയെ വിളിച്ചോളാം ഞാന്. അപ്പം കറക്റ്റായിട്ട് പറയും. പക്ഷെ ഈ സാരി മിക്കവാറും എനിക്കുള്ളതാവാൻ ചാൻസ് കുറവാണ്. ഇത് വേറൊരാൾക്കുള്ള സാരി ആകാനാണ് ചാൻസ്. നമുക്ക് നോക്കാം. എന്റെ ഒരു മനസ്സിലെ തോന്നലാണ് കേട്ടോ. അപ്പൊ എന്തായാലും ഞാൻ പറഞ്ഞായിരുന്നു കേട്ടോ, അത് ഞാൻ പറയുന്നില്ല. അമ്മ എന്തായാലും ചോദിച്ച് മനസ്സിലാക്കി. എനിക്ക് എന്റെ മനസ്സിൽ തോന്നി. അപ്പൊ ഇത് വേറൊരാൾ കൊടുക്കുന്ന ആള് വീഡിയോക്കകത്തൂടെ പറഞ്ഞിട്ടുണ്ട് എപ്പോഴങ്ങാണ്ട്, എനിക്ക് എന്നെ കളറുള്ള ഒരു സാരി വേണം. എന്താ ഉറപ്പാട്ട. അപ്പൊ എനിക്കുള്ള സാരിയല്ല. അപ്പൊ എന്തായാലും ഈ സാരി വേറൊരാൾക്കുള്ള സാരിയാണ്. നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. നല്ല രസമുണ്ട്, നല്ല ഭംഗിയുണ്ട്. ഞാൻ നാളെ ഉടുത്തൊന്ന് സങ്കല്പിച്ച് നോക്കാം കേട്ടോ, ഭംഗി ഉണ്ടാവും. ആരടി? അത് ഞാൻ പറഞ്ഞില്ല, അത് അമ്മ ചോദിച്ചു മനസ്സിലാക്കി. ഇത് കൊടുക്കുമ്പോ കണ്ടാ മതി. അതെ, ആർക്കാന്നുള്ളത് അല്ലേ. അപ്പൊ എന്തായാലും എന്റെ മനസ്സിലൊരു തോന്നലുണ്ട് ഇത് വേറൊരാൾക്കുള്ളതാണെന്ന്. അപ്പൊ അത് അങ്ങനെ തന്നെ പാക്ക് ചെയ്ത് നമുക്ക് വെച്ചേക്കാം. അതിനിടയ്ക്ക് പാപ്പും വേണം ചിപ്സ് വീട്ടിൽ. എന്റെ ദൈവം ഒന്നും വേണ്ട. അപ്പൊ എങ്ങനെയുണ്ട് ഈ സമ്മാനങ്ങളൊക്കെ? കൈ നിറയെ സമ്മാനങ്ങളായി, അടിപൊളി സന്തോഷമായി. അപ്പൊ അമ്മ പിന്നെ സർപ്രൈസ് കൊണ്ട് വന്ന് പേടിപ്പിച്ചാലും കുഴപ്പമില്ല, പോട്ടെ അല്ലേ. ക്ഷമിച്ചിരിക്കുന്നു. 2 മാതാവിനെ കിട്ടി, പിന്നെ പൈസ കിട്ടി പേഴ്സിനകത്ത്. ഈ പേഴ്സിന് ഒരു പ്രത്യേകത ഉണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ മുതലയുടെ ഒക്കെ അങ്ങനെ അടിപൊളി സൂപ്പർ. മുതലയുടെ തോല് വെച്ചിട്ട് ഇങ്ങനെ ഉണ്ടാവില്ലേ, തോന്നി. ആണോ? പിന്നെ നല്ല നല്ല സെറ്റാണ് കേട്ടോ. എല്ലാ സംഭവവും അടിപൊളി. രണ്ടുപേരും ഒത്തിരി സന്തോഷം. ദൈവമേ,
ഈ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുന്നതിനും ആശ്വാസവാക്കുകൾ പറയുന്നതിനും ഇങ്ങനെ സമ്മാനം തരുന്നതിനും എല്ലാരും പറയും അവൻ ഓരോരുത്തരോട് ചോദിച്ചു പിടിക്കായിരുന്നു ഇതൊക്കെ ഇപ്പൊ എന്റെ കൈ കിട്ടിയപ്പോഴാണ് ഞാൻ അറിയുന്നത്. ഞാനും ഭയങ്കര ഷോക്കായി പോയി. അമ്മ വന്നതിന് നമ്മൾ റൂമിലോട്ട് വിളിച്ചിട്ട് നമ്മൾ ഒരിക്കലും അങ്ങനെ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. ചെല്ലുന്ന ഓയിൽ കൊടുക്കുന്നു എന്നോട് പറഞ്ഞിരുന്നു. അമ്മ തന്നെ കൊണ്ടുവന്ന് തന്നെ തരണം എന്ന് പറഞ്ഞിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് റാണിയമ്മേടത്തൊന്ന് കേറാലോ, ഒരു അവസരം കിട്ടുമ്പോൾ റാണിയമ്മനെ കാണാൻ. അപ്പൊ അതൊക്കെ വിചാരിച്ചാ പോയത്. അപ്പം അമ്മ വന്നിട്ട് റൂമിലോട്ട് വിളിച്ചിട്ടേ ഒരു കബോർഡൊക്കെ തുറന്നിട്ട് വായിച്ചു തുടങ്ങി. ശരിക്കും സന്തോഷം തോന്നി, കൂടുതൽ സങ്കടവും തോന്നി. ഒരു പ്രത്യേകതര ഫീലിങ്സ് ആയിരുന്നു കേട്ടോ. അപ്പൊ അന്ന് ഭയങ്കരമായിട്ട് സന്തോഷം സങ്കടം ഒക്കെ നിറഞ്ഞൊരു ദിവസമായിരുന്നു. അതിനുള്ള കാര്യം നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ വരുമ്പോ കാണാൻ പറ്റും കേട്ടോ. കാര്യം എത്രത്തോളം സാധനമുണ്ട്, ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു വലിയ സാധനം ഉണ്ട് അതിനകത്ത്. ഞാൻ അവിടെ നിന്ന് കരഞ്ഞു പോയി. കാര്യം നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാനോ ഒരു മുട്ടായി പോലും നോർമലി ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. കാര്യം അങ്ങനല്ലല്ലോ, അവര് തിരക്കിട്ട് വന്നതാണ്, ഇത്ര 10 ദിവസത്തേക്ക് കണ്ട് ഓടി വന്നതാണ്. അപ്പൊ ഇത്രയും സാധനം നമുക്ക് കൊണ്ട് ഇതല്ല കേട്ടോ, ഒരു റെഡ് കവർ നിറച്ചിരിക്കുവാണ്. സത്യം അല്ല, എന്നാ പറിച്ചു കൊണ്ടാലേ 10 ദിവസം ഏതോ അവരുടെ ഒരാളുടെ കല്യാണം ഉണ്ടെന്നൊക്കെ എന്നോട് പറഞ്ഞായിരുന്നു. എനിക്ക് മെസ്സേജ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ രണ്ടും മാത്രം വരുവാണ്. ചേച്ചിമാർ രണ്ടും അങ്ങോട്ട് അവിടെ കാണാൻ ചെന്നിട്ട് അവിടെ ഉണ്ട് ചേച്ചിമാരെ മോനെ ആക്കിയിട്ട് ഞങ്ങള് 10 ദിവസത്തിന് വരുവാന്നൊക്കെ പറഞ്ഞായിരുന്നു. ഒരാഴ്ച 2 ആഴ്ച മുമ്പ് കണ്ട്. പക്ഷെ വന്നപ്പോ കൈ നിറയാം. എത്രയോ പേർക്ക് അങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടാവും അല്ലേ. നമ്മളെ അവരുടെ ഫാമിലി പെട്ട ഒരാളെ പോലെ തന്നെ ഓർത്തിടുന്നു. ഒത്തിരി സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിന്റെ ബാലൻസ് ഉള്ള കണ്ടിന്യൂ ആയിട്ട് നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും ഗിഫ്റ്റുകൾ ഫുള്ളും. ഒരാളൊരു പുറത്തുനിന്ന് വരുമ്പോഴേക്കും എന്തൊക്കെ ഗിഫ്റ്റ് കൊണ്ടുവരണം. അതെ അതെ, ഇതാർക്കും എന്നാ കൊടുത്താലും ആർക്കും തികയത്തുമില്ല. സോപ്പ് വെച്ച് കൊടുത്താൽ തന്നെ എന്തോരം ഒരാൾ പോയി പിടങ്ങി പോയി കഥ അടയ്ക്കുന്നത് കേട്ടോ. സൗണ്ട് വെച്ച് ഇത് കാണിച്ചതിന് വേണ്ടിട്ട് പോയി കഥ അടച്ചു വെച്ച് ഈ പ്രാവശ്യം വന്നിട്ട് പാപ്പുവിനോട് ഭയങ്കര ലോകിയാണ് കേട്ടോ. എന്താന്നറിയില്ല, ഭയങ്കര കൂട്ടാ, ഭയങ്കര. ചേച്ചി തന്നെ വിളിച്ചേ ചോദിച്ചു പപ്പായ്ക്ക് സ്പ്രേ കൊടുത്താൽ മൂന്നാ. എന്റെ ദൈവമേ മതി. റോയൽ മാജിക് ഗോൾഡ് ഇത് 1500 രൂപ വില. അവിടുത്തെ ഡോളറും അല്ലായിരിക്കും അത് അല്ലേ? അത്രയൊന്നും അറിയില്ല. അതിൽ ഇരട്ടി പൈസ. നിങ്ങളോട് ഇംഗ്ലീഷ് വായിക്കാനല്ലോ പറഞ്ഞത്. അതിനകത്തെ ഗോൾഡ് അത് ഇതാണ്, ബ്രാൻഡ് ആണെന്ന് എനിക്ക് തോന്നുന്നു. സൂപ്പർ സൂപ്പർ. അതെ, ഇത് ഒരു ബ്രാൻഡ് സൂപ്പർ ഐറ്റംസ് അല്ലേ? ഒന്ന് ഓപ്പൺ ചെയ്ത് ഇനി ഇച്ചിരി അടിച്ച് ഇച്ചിരി അടിച്ച് ഒരു 9 ദിവസം നിൽക്കും. 6 എടുത്തിട്ട് പോകുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ നോക്കും. മണം ഇച്ചിരി കൂളായിട്ട് അടിപൊളി സാധനം. സൂപ്പർ നല്ല വേണം കേട്ടോ, നല്ല സൂപ്പർ വേണം. എന്റെ ദൈവമേ, ഇനിയിപ്പോ ഞാൻ എന്താ വേണ്ട. അപ്പൊ എന്തായാലും നമുക്ക് വൈലപ്പൂർ കൊടുക്കാം അല്ലേ? അപ്പൊ എന്തായാലും മനസ്സ് നിറഞ്ഞു. നമുക്ക് സമ്മാനങ്ങളൊക്കെ കൊണ്ട് തന്നെ എൻ്റെ അനിയത്തിക്കുട്ടിക്കും എൻ്റെ ചേച്ചിക്കുട്ടിക്കും ഒത്തിരി ഒത്തിരി താങ്ക്സ് ഉണ്ട്. പിന്നെ എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒന്നും തരാനില്ല, പക്ഷെ ഞങ്ങൾക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പറ്റും. ഇപ്പം ആ അനിയത്തിക്കുട്ടിക്കാണെങ്കിൽ അമേരിക്കയിലുള്ള അനിയത്തിക്കുട്ടിക്കാണെങ്കിൽ കാലിന് വലിയൊരു സർജറി ഒക്കെ ചെയ്തിട്ട് എനിക്ക് ഫോട്ടോ ഒക്കെ എടുത്ത് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഭയങ്കര വലിയ സർജറി ആയിരുന്നു കാലിൻ്റെ പാദത്തേൽ. അപ്പം കണ്ടപ്പോൾ നമുക്കൊരു ഭയങ്കര വിഷമവും സങ്കടമൊക്കെ തോന്നി. നമുക്കൊന്നും ചെയ്ത് കൊടുക്കാൻ അടുത്ത വേണം വില കറിയോ ചോറോ എന്തെങ്കിലും ഉണ്ടാക്കിക്കോട്ടൊക്കെ കൊടുക്കാമായിരുന്നു എന്നൊക്കെ ഞാൻ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചു കേട്ടോ. പക്ഷെ ഒന്നും ചെയ്ത് കൊടുക്കുക. ആ കാലും വെച്ചോണ്ട് അച്ഛനും മോനും കൂടെ, ഒരു മോനേ ഉള്ളൂ, അച്ഛനും മോനും കൂടെ എല്ലാം ചെയ്ത് പെറക്കി കൊടുത്തു. നല്ലൊരു പൊന്നു മോനാട്ടോ. എന്റെ ബർത്ത്ഡേക്ക് ഒരു ഇൻപുട്ട് ഇട്ട് തന്നിട്ടുണ്ടായിരുന്നേ. ഞാൻ ബോട്ടേ കയറി തുള്ളി ചാടി പോകുന്നത് ഈ വള്ളത്തേല്. എന്നിട്ട് സിദ്ധുവമ്മ എന്നെ തല്ലി കൊല്ലുവാ മമ്മീന്ന് വെച്ചത്. അപ്പം ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടാണ് ചേട്ടായി വന്ന് കുടിയും കഴിഞ്ഞ് ഫുഡും കഴിച്ച് പോയി കിടന്നതാ ചേട്ടായി. പപ്പ വന്നേ, പപ്പ ഒരു വീഡിയോ എടുക്കാറുണ്ട്, പപ്പായ്ക്ക് ഒരു സർപ്രൈസ് ഉണ്ട്, ഗിഫ്റ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ റെഡിയാക്കി കൊണ്ട് ഇരുത്തിയതാണ് കേട്ടോ.
അപ്പം ഫുഡൊക്കെ കഴിച്ച് വയറ് നിറഞ്ഞ മാതിരി സമ്മാനം കിട്ടി, മനസ്സും നിറഞ്ഞു അല്ലേ ചേട്ടായി? ഒത്തിരി സന്തോഷമായി. നല്ല ഉറക്കം വന്നായിരുന്നു. കിടക്കുമ്പോ ആ ചേച്ചി എന്നെ ഇപ്പൊ വിളിച്ചിട്ട് ചോദിച്ചെന്ന് പപ്പായ്ക്ക് ആ സ്പ്രേ ഗിഫ്റ്റ് കൊടുത്തോ അമ്മൂന്ന്. അപ്പോഴാ ഞാൻ അയ്യോ ഇല്ലല്ലോ കൊടുത്തില്ലല്ലോ എന്ന് ചോദ്യം. ഒത്തിരി ഒത്തിരി താങ്ക്സ് കേട്ടോ. അപ്പൊ ഞങ്ങളുടെ മനസ്സറിഞ്ഞ് നമുക്ക് തന്ന ഗിഫ്റ്റും സന്തോഷത്തോടെ ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് തന്ന റാണിയമ്മയ്ക്കും മറ്റേ മോക്കും വളരെ ആയിരം സമൃദ്ധി ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് അതല്ലേ പറ്റത്തുള്ളൂ. നമുക്കൊന്നും കൊടുക്കാനായിട്ട് പറ്റത്തില്ല, നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും. അപ്പൊ ഒരു കാലയിൽ ഒരു മുള്ളു പോലും കൊള്ളാതെ കാത്തു വരുമായിരിക്കട്ടെ എന്ന് എപ്പോഴും അമേരിക്കയിലൊക്കെ വരുമ്പോൾ നമ്മുടെ ചെറിയ വീട്ടിലേക്ക് സ്വാഗതം. തീർച്ചയായും വരണം. അതെ അതെ, ഇടുക്കി വരുമ്പോ വരാന്നൊക്കെ എന്നോട് പറഞ്ഞതായിരുന്നു. അപ്പൊ ഈ 10 ദിവസം വന്നിട്ട് അവിടെ തന്നെ നിൽക്കാൻ സമയമില്ല. അല്ല മോനും ഒക്കെ ആയിട്ട് വരുമ്പോ എല്ലാവരുമായിട്ട് വരും. നമുക്ക് എനിക്ക് നേരിട്ട് കാണണമെന്നൊക്കെ ഒത്തിരി ആഗ്രഹമുണ്ട്. അപ്പൊ അങ്ങനെ പിന്നെ അതുപോലെ തന്നെ നമുക്ക് പ്രാർത്ഥിക്കാനല്ലേ പറ്റുള്ളൂ. പ്രാർത്ഥിച്ചേക്കാം ഉറപ്പായിട്ടും കേട്ടോ. മാതാവിൻ്റെ അടുത്ത് പോകുമ്പോഴും ഒക്കെ പ്രാർത്ഥിച്ചേക്കാം. അതുപോലെ തന്നെ റാണിയമ്മയ്ക്കും റാണി ചേച്ചിക്കും റാണി ചേച്ചിയോട് എന്താ പറയണ്ടേന്ന് എനിക്കറിയാം. മുത്താണ് പറയട്ടോ റാണി ചേച്ചിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചേക്കാം. എനിക്കതല്ലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്റെ ഓരോ നമ്മുടെ ഒരു അഡ്വൈസറാണ് റാണിയമ്മ. എന്തെങ്കിലും നമ്മുടെ ഒരു പോരാടിയുണ്ട്, അല്ലെ ഒരു വാക്ക് വീഡിയോയ്ക്ക് തുടങ്ങി എന്തെങ്കിലും വന്നു എന്നൊക്കെ റാണി ചേച്ചിയാണ് നമുക്ക് സമാധാനം തരുന്നത്. ഒന്നും ഓർത്ത് ടെൻഷനാണ്. എല്ലാം കാണുന്ന ദൈവമുണ്ട്. ആരെയും കുറ്റവും കുറവുകളും പറഞ്ഞു തരാണ്ട് നമ്മളെ ഒരിക്കലും അവർ ആരുടെയും ഒരു കുറ്റമോ കുറവോ പറഞ്ഞു തന്നിട്ടില്ല. എല്ലാം നമുക്ക് നല്ലതേ. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ട് നെവർ മൈൻഡ് എന്നേ പറഞ്ഞു. ഇതിൽ മാത്രം ഈ ഒറ്റ വാക്കുണ്ട്, നെവർ മൈൻഡ് സിന്ധു. അത് വളരെ സംസാരമൊക്കെ എന്ന് വെച്ചാൽ വളരെ ലഘുവാണ്. അത്രയും ചേച്ചിക്ക് ഒന്നാമത് ഭയങ്കര ബിസിയാണ്. കാരണം 100 കൂട്ടം ബിസിയിലും നമ്മളെ ഇതുപോലെ ചേർത്ത് പിടിക്കാൻ പറ്റിയ ഒരാളെന്ന് പറയുമ്പോൾ അത് ഭയങ്കര അതിശയം. എനിക്ക് അതിശയം തന്നെ. ഞാൻ അറിയാം, ഞാൻ സിന്ധുവിനോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. നമ്മളവിടെ ഒരു പ്രാവശ്യം പോയിട്ട് ഒരു പ്രാവശ്യം അല്ലേ സിന്ധു തന്നെ പോയി. എങ്കിലും നമ്മളവിടെ പോകുമ്പോഴും നമ്മളോട് കാണിക്കുന്ന സ്നേഹവും ആ കരുണയും അത് മറക്കാൻ പറ്റില്ല. നീ ഇനി നിക്കാൻ വേണ്ടി വന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ വിട്ടേക്കുന്നത്, കെട്ടിപ്പിടിച്ച് ഉമ്മ തരുവാണോ? അങ്ങനൊന്നും ആരും ചെയ്യത്തില്ല അല്ലേ? എന്നാ ചെയ്യണ്ടേ, എന്നാ തരണ്ടേ, എങ്ങനെയാ കൊണ്ടുപോകണ്ടേ, ഇതിലെ കൂടെ കൊണ്ടുപോകണം എന്നൊന്നും ഒരു ഇതും ഇല്ല. നമുക്ക് പോലും നമ്മുടെ മൈൻഡ് ഇതായിട്ട് അങ്ങനത്തെ ഒരു കൂടപ്പറപ്പാണ്. അപ്പം ഒരനീതിക്കുട്ടി ഒരു ചേച്ചിക്കുട്ടി തന്ന സമ്മാനങ്ങൾക്കും നമ്മളെ ഇങ്ങനെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുന്നു. ഒത്തിരി 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 താങ്ക്സ്. അതുകൊണ്ടൊക്കെ നമ്മളെ സ്നേഹിക്കുന്ന എല്ലാ ഫാമിലി മെമ്പേഴ്സിനും ഇങ്ങനത്തെ എല്ലാ ഞങ്ങളുടെ സന്തോഷങ്ങളും ഞങ്ങൾക്ക് ഗിഫ്റ്റ് നിറയെ കിട്ടുന്നതും ഒക്കെ സന്തോഷം നിറയെ. എന്നാന്നറിയോ, പിറ്റേ ദിവസത്തെ വാട്സപ്പ് രാവിലെ ഞാൻ ഇടയ്ക്കെപ്പോഴും തുറന്നു നോക്കുമ്പോൾ സിന്ധു ഇന്നത്തെ ഗിഫ്റ്റ് സൂപ്പറാണ് കേട്ടോ, ചേച്ചി ഇന്നത്തെ സൂപ്പർ ഗിഫ്റ്റ് നല്ലതായിരുന്നു, ഞങ്ങൾക്ക് തരാൻ പറ്റിയില്ല, ഞങ്ങളുടെ ഇല്ല, എന്നാലും വേറൊരാൾ സന്തോഷം ആരോട് ചോദിക്കുന്നില്ല. നമുക്ക് ഗിഫ്റ്റ് നമുക്ക് ഇഷ്ടപ്പെട്ട് ഒരു അമ്മയ്ക്കോ അച്ഛനോ അല്ലെ ഒരു മകന് കൊടുക്കാൻ പറ്റിയ, അല്ലെങ്കിൽ ഒരു മാക്ക് കൊടുക്കാൻ പറ്റിയ, അല്ലെങ്കിൽ ഒരു അമ്മയ്ക്ക് കൊടുക്കാൻ പറ്റിയ ഒരു ഗിഫ്റ്റാണ് ഇതിൽ തന്നേക്കുന്നത്. റാണി ചേച്ചിയെ പറ്റിയ റാണി ചേച്ചിയുടെ മാക്കൊരു ഗിഫ്റ്റ് കൊടുത്തു. അതിനകത്ത് നമ്മൾ ഒന്നും പറയാനില്ല അതിനകത്ത്. അതുപോലെ മറ്റേ ചേച്ചിക്കുട്ടിക്ക് ഒരു ഗിഫ്റ്റ് കൊടുത്തു, എനിക്കൊരു ഇത് തന്നു. അപ്പൊ അങ്ങനെ നമുക്ക് എല്ലാവർക്കും തരാൻ ചിലപ്പോ തരാൻ സാഹചര്യം പറ്റത്തില്ല. എന്നിരുന്നാലും വേറെ സന്തോഷമായി. നമ്മുടെ ആരും അല്ലാത്ത നമ്മളെ ഇഷ്ടമില്ലാത്തവർ മാത്രമേ നെഗറ്റീവ് കമന്റ്സ് ആയിട്ട് വരത്തുള്ളൂ. അത് ഞാൻ വാട്സപ്പ് തുറക്കുമ്പോ എനിക്ക് കാണുമ്പോ ഇതാണ് ഓരോ സമ്മാനങ്ങൾ കിട്ടുന്നതിന്റെ പിറ്റേ ദിവസം അങ്ങനെ പറയാറുണ്ട് കേട്ടോ. ഒത്തിരി നമ്മള് ഈ മരണത്തോട് മല്ലടിക്കുന്ന കാലത്ത് നമ്മളെ ആശ്വസിപ്പിച്ച കുറെ ആൾക്കാരുണ്ട്. അല്ല, നമ്മളൊന്നും ഈ കസേരയിൽ ഇങ്ങനെ സംസാരിക്കാൻ പറ്റിയവരല്ല. ആ ഒരു ലെവലിലോട്ട് വരെ കൊണ്ടുവച്ച നിസ്സാരം. ഇപ്പൊ ഒരു കാര്യം പറയുകയാണെങ്കിൽ കഴിഞ്ഞ ഒരു ദിവസം എന്നെ ഒരു മോള് വിളിച്ചിട്ടേ ഒരു മോള് വിളിച്ചു. ആരായെന്ന് ഞാൻ പറയുന്നില്ല. ആ മോളുടെ അമ്മ സൂയിസൈഡ് ചെയ്തെന്ന്. എന്നാ മക്കളുടെ ദ്രോഹം കൊണ്ട് സുല്ലിയാണ്ടും ഒക്കെ പിടിച്ചു നിൽക്കാനുള്ള ആ ത്രാണി ഉണ്ടായില്ല എന്റെ അമ്മ. എന്നിട്ട് പിന്നെ വേറെ പറഞ്ഞാണ് ഇതാക്കി അടക്കി 6 മാസമോ 10 മാസമോ 1 വർഷം കൊണ്ട് അതിന് മുമ്പായിട്ട് പുള്ളി അച്ഛനും അങ്ങനെ തന്നെ ചെയ്യുന്നത്. അപ്പൊ എനിക്ക് അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടു സിന്ധു അമ്മയെ. അതുകൊണ്ട് ഒരു കാരണവശാലും സിന്ധു എപ്പോഴും ദൈവത്തെ വിളി, മാതാവിനെ വിളി ഒന്നും കുറയ്ക്കരുത്. സിന്ധുമ്മയുടെ ഈ വിൽ പവർ അത് സൂപ്പർ ലേഡിന്നേ എനിക്ക് പറയാനുള്ളൂ. സിന്ധുമ്മയുടെ ഓരോ ഇതും കണ്ടാ ഞാൻ മുമ്പോട്ടേക്ക് പോകുന്നതെന്ന്. അപ്പൊ എനിക്ക് ഒരു കുഞ്ഞു വെച്ചാണ്. നമ്മൾ പണത്തിനോട് പ്രതാപത്തിനോടല്ല നമുക്ക് വേണ്ടത്. നമുക്ക് ഒന്നുമില്ലായിരുന്നല്ലോ. നമ്മളിപ്പോ രാവിലെ ഞാൻ 8 മണിക്ക് പോകുന്നു, വൈകിട്ട് വരും കുറെ പേരുണ്ട്, കുറെ കുഴമ്പോ അല്ലെങ്കിൽ ഒരു തൈരും ചേർത്ത് കഴിക്കാൻ പോകുന്നില്ല കേട്ടോ.
എനിക്ക് അവിടെ കടയിൽ ചെല്ലുമ്പം തേങ്ങാ ചാക്ക് പൊക്കാനുണ്ട്, പല പല ചാക്ക് പല കടയിൽ പല ചാക്ക് അങ്ങോട്ട് എടുത്ത് പൊക്കാൻ പറ്റും. പഴയ പോലെ എനിക്ക് ഒരു 50 കിലോ ചാക്കൊക്കെ ഞാൻ ഈസിയായിട്ട് ഇങ്ങനെ പൊക്കുമായിരുന്നു. ഇപ്പൊ എനിക്കത് പൊങ്ങത്തില്ല, എങ്ങനെ പിടിച്ചാലും പൊങ്ങത്തില്ല. പൊങ്ങത്തില്ല, അതിന്റെ പ്രായത്തിന്റെ ആരോഗ്യത്തിന്റെ. അപ്പം ഞാൻ നമ്മുടെ പിള്ളേരെ ഉള്ളതുകൊണ്ട് അവരോട് പറയും, ഇപ്പം 50 കിലോ കപ്പ കൂടെയാണെങ്കിൽ തന്നെ ഞാൻ അവരെ വിളിച്ചാണ് ചെയ്യിക്കുന്നത്. അപ്പം നമുക്ക് ആരോഗ്യം ക്ഷയിച്ചു, ആരോഗ്യം ക്ഷയിച്ചെങ്കിലും നമുക്ക് ആ ജോലി ചെയ്യാനുള്ള എനർജി നിങ്ങൾ നിങ്ങൾ സത്യം. കമന്റ്സ് ഒക്കെ വായിച്ചു നോക്കും. അങ്ങോട്ട് കടലിരിക്കുമ്പോൾ പറ്റത്തില്ലല്ലോ, വന്നെല്ലാം നോക്കിട്ടൊക്കെ പറയും കേട്ടോ ഓരോ കമന്റ്. ഞാൻ എന്റെ ഈ വൈകിട്ട് കമന്റ്സ് വായിച്ച എന്റെ ഇങ്ങനെ താഴെ പോകുമ്പോഴാണ് അങ്ങനെ ഉറക്കം ഇങ്ങനെ ഒന്ന് നിൽക്കുമ്പോൾ കണ്ണാടി എടുത്ത് സ്വന്തം കൊടുക്കും, ഇങ്ങനെ ഒറ്റ കിടക്കാം. അപ്പം ഗിഫ്റ്റ് തന്നവരോടും ഗിഫ്റ്റ് തരാത്തവരോടും എല്ലാവർക്കും നമ്മുടെ ഹൃദയത്തില് അത്യപൂർണ്ണ സ്ഥാനവും സ്നേഹവും ഒക്കെ മാത്രം നന്ദിയും കടപ്പാടും ഒക്കെ ഉള്ളു കേട്ടോ. അപ്പൊ നമ്മൾ ഇത്രയും ഫാമിലി വിശേഷങ്ങളൊക്കെ എല്ലാരും കണ്ടല്ലോ. എല്ലാവർക്കും ഇഷ്ടമായ, നമ്മളെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഇഷ്ടമായെന്ന് എനിക്കറിയാം. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇഷ്ടമായെങ്കിൽ ഓടിപ്പോയി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അടിച്ചു. അപ്പൊ പുതിയൊരു ഹാപ്പി വീഡിയോ എല്ലാവർക്കും.